പൊട്ടിച്ചിരിക്കുകയാണ്. എവിടെ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മെറ്റീരിയല്. അപ്പം അത് ഞാൻ അൺബോക്സ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പം ഇന്നലെ ഇത് പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ധോനി ബേബി 2 ദിവസമായിട്ട് ഭയങ്കര വാശിയും ഒക്കെ ആയിരുന്നു കേട്ടോ. സേഫായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ടേക്കാണ് 90 രൂപ. ഇത് മീറ്റർ 90 രൂപയാണ് കേട്ടോ. ഞാനൊരു 3 മീറ്റർ പറഞ്ഞു, പക്ഷെ അതിൽ കാണുമ്പോൾ ഫോണിൻ്റെ എന്താ പറയുക, നല്ല കളറ്. ഞാൻ ലൈനിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രൈപ്പിൻ്റെ ലൈനിങ് 2.5 മീറ്റർ ഉണ്ടോ. കുഴപ്പമില്ല, ശരിക്കും ഇതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ ഏട്ടാ. ഡ്രസ് ഉണ്ടല്ലേ. ഞാനും ഒന്ന് ഫ്ലെയർ ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടേ അവര് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളിത് ഓർഡർ ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ മന്ന കളക്ഷൻസ് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അവർ മെറ്റീരിയലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത്. ഞാൻ പ്രൊമോഷൻ ചെയ്യൊന്നല്ല, കാരണം നല്ല സർവീസും പിന്നെ അതേപോലെ തന്നെ നല്ല മെറ്റീരിയലൊക്കെ ക്വാളിറ്റി, പിന്നെ വില കുറവും ഉണ്ട്. ഞാൻ പിന്നെ ഇന്ത്യൻ പോസ്റ്റിലാണ് കേട്ടോ അത് ഓർഡർ ചെയ്ത്. നല്ല വീതിയൊക്കെ ഉള്ളത് കൊണ്ടേ നല്ല കളറില്ല, ഒരു മെറൂൺ കളറ്. ഏട്ടാ ഏട്ടന് ഇഷ്ടായോ? പറയേ, അഭിപ്രായം പറയേ, വാ തുറന്ന് പറ. സൂപ്പർ, കുഴപ്പമില്ല അല്ലേ. ഇനി തയ്ക്കാൻ കൊടുക്കണം. അതിനുശേഷം ഞാനിതാട്ടോ ധോനി ബേബിക്ക് കോറ കൊടുക്കാൻ, കഴിക്കാൻ കൊടുക്കാൻ തിളപ്പിച്ച വെള്ളം, അവൾക്ക് കുടിക്കാൻ വെള്ളം വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വൃത്തിയായി മടക്കി വെച്ച് അതിന് ശേഷം കേട്ടോ അതൊക്കെ വന്ന് റെഡിയാക്കിയത്. അപ്പോൾ കോറയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കോറയും വേഗം അരച്ച് റെഡിയാക്കി, അതൊക്കെ അരച്ചത് ഞാൻ ഒക്കെ വിരകി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ചൂടാക്കാൻ വെച്ചത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഇന്ന് നല്ല മഴയാണ്. ഇവിടെ ഒരു തോർച്ചയേ ഉണ്ടായിട്ടില്ല കേട്ടോ മഴയ്ക്ക്. അപ്പോൾ ഇന്ന് രാവിലെ അലക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് അലക്കിയിട്ട് തന്നെ ഇല്ല എന്ന് പറയുന്ന കേട്ടോ. കാരണം മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ ധോനി ബേബി രാശേട്ടൻ വന്നിട്ടുണ്ട്. രാത്രിയായി പറഞ്ഞിട്ട് കുറച്ച് വൈകിട്ട് തന്നെ ഏട്ടൻ വന്നത് തന്നെ കേട്ടോ. അപ്പോൾ അത്രയും നേരമായിട്ടും അവളിന്ന് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് 7-7:30 ആ സമയത്തൊക്കെ ഞാൻ കഴിക്കാൻ കൊടുത്താറ്. ചിലപ്പോൾ ഏട്ടൻ നേരത്തെ വരുന്നതാണ് കേട്ടോ. ഇന്ന് കുറച്ച് വൈകിട്ടാണ് വന്നത്. അപ്പോൾ കഴുകാനും മോറാനും എല്ലാം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങണമല്ലോ. അപ്പോൾ ഈ ഷീറ്റ് ഇട്ടതുകൊണ്ട് അതിലത്തെ കരിവെള്ളം ഇങ്ങനെ വീഴണം. കരിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോരാ, മെഴുക് പോലെ ഇട്ട് കരി ഇങ്ങോട്ട് വയർത്തിട്ട് ഇങ്ങനെ ഒറ്റയാണ് അത് കൂടെയൊക്കെ കേട്ടോ. ഇപ്പോൾ ഗ്യാസിൽ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് അടുപ്പത്ത് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം അടച്ച് മൂടി വെക്കണം, അല്ലെങ്കിൽ അത് കൂടെയൊക്കെ വീഴും. ഇപ്പം നിലത്ത് വീണിരിക്കുകയാണെന്നുണ്ടെങ്കിലും കാലൊക്കെ ഒട്ടും നമുക്ക് കേട്ടോ കൂടെ നടക്കുമ്പോൾ. പിന്നെ ചുമരിക്കൂടെയൊക്കെ കണ്ടോ അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഒരു വെട്ടമില്ലാത്ത പോലെ തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ അത് ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ, എന്നാലും അത് കൂടെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. കാലിലൊക്കെ ഒട്ടുകയാണ്. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. പിന്നെ അവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറത്ത് മഴ പെയ്യുന്നതിൻ്റെ ചീറ്റാരൊക്കെ അടിച്ച് എപ്പോഴും ചളി പോലെ ഉണ്ടാവും. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും. പിന്നെ അമ്മയൊക്കെ ആണെങ്കിലും അമ്മയൊന്നും ശ്രദ്ധിക്കുകയില്ല. അമ്മയ്ക്ക് വയ്യേനും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ മോറുകയാണെന്നുണ്ടെങ്കിലൊക്കെ മോറുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ശ്രദ്ധിക്കുകയൊന്നുമില്ല. അപ്പം അങ്ങനെ കയ്യിലുള്ള വെള്ളമാണെങ്കിലും പാത്രത്തിലെ വെള്ളമാണെങ്കിലൊക്കെ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മഴയും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഉണങ്ങി കിട്ടുകയില്ല. ഇന്നലെ ഞാൻ അവിടെ ഒന്ന് വഴുക്കി വീഴാൻ പോയിട്ട് തുടച്ചിട്ടതാണ്.
എന്നാലും ഞാൻ അവിടെ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വീഴാൻ പോയി. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ തലയെങ്ങാനും അടിച്ച് വീഴുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്താ ചെയ്യുക പെട്ടെന്ന്. അപ്പോൾ നല്ല രാത്രി ആയിരിക്കണം. പിന്നെ അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. പിന്നെ രാജീവേട്ടന് നൈറ്റാണ്. അപ്പോൾ അത് അങ്ങനെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു, ധോനി ബേബിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം അതാ വീട്ടിലേതാണ്ടോ പുറത്തൊക്കെ ഇതാണ് അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പോഴത്തേന് പൂച്ച ഇവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അവിടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇട്ട് കൊടുക്കണ്ട പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ അവരവിടെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ പട്ടികളൊക്കെ വന്ന് കഴിക്കാനൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പറയാം. പിന്നെ അതാ രാജേട്ടൻ വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത സമയം കൊണ്ട് പിന്നെ ഏട്ടനെ കുട്ടീനെയൊക്കെ പിടിച്ച് പിന്നെ ഞാൻ പോയിട്ട് വേഗം മേലൊക്കെ കഴിയുന്നത് എന്താണെന്നറിയാം, തീരെ വൈകി കേട്ടോ. എന്താണെന്നറിയില്ല, രാവിലെ മുതൽ ചെറിയൊരു തലവേദന. അപ്പോൾ എനിക്ക് തീരെ വയ്യ, ഭക്ഷണമൊക്കെ കഴിച്ചൊന്നും ശരിയായില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല, മോര് കറി തന്നെയായിരുന്നു. മോര് കറി എന്നല്ല, മോര് താളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ കൂട്ടിയിട്ട് കേട്ടോ ചമ്മന്തി പോലെ അരച്ചിട്ടൊക്കെ ഉണ്ട് കഴിച്ചത്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ അങ്ങനെ കഴിച്ചു കേട്ടോ. കറിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എന്തോ പറ്റുന്നില്ല. ഈ സാമ്പാർ വെച്ചിട്ട് ഒന്നും പറ്റുന്നില്ലേക്ക്. എന്താ പറയുക, ഉള്ളിൽ പനി ഉണ്ടായിട്ടാ എന്താണെന്നറിയില്ല. അപ്പം രാവിലെ ഏട്ടൻ കൊണ്ടുവന്ന കുറച്ച് പാലുണ്ടായിരുന്നു, കുട്ടിക്ക് കൊണ്ടുവന്ന പാലാട്ടോ കുറുക്കുണ്ടാക്കാനേ. അപ്പം അതിന് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ധോനി ബേബി നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ സമയം നോക്കി നോക്കും നിങ്ങൾ, രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അവൾ കഴിക്കാൻ കൊടുത്ത സമയത്ത് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. പിന്നെ എണീറ്റു. രാജേട്ടനൊക്കെ ഒന്ന് പോയി കുളിച്ചൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും അവൾ എണീച്ചു കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ചായ ഉണ്ടാക്കി തരാമെന്നിട്ട് ഏട്ടൻ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചായ കുടിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. കാരണം നമ്മൾ പുതിയതായിട്ടാണ്, നമുക്കിതിൽ വലിയ പരിചയമൊന്നുമില്ല. കാരണം നമുക്കിങ്ങനെ ഓൺ വോയിസിലൊന്നും സംസാരിക്കാനോ അങ്ങനെയൊന്നും അറിയൂല കേട്ടോ. പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കണതൊന്നും ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടതേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീട് വേണം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ധോനി ബേബി ചെറിയ മോളല്ലേ, അവളെ ഇട്ടിട്ടൊന്നും ഇനിയിപ്പോൾ പുറത്തൊരു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കുട്ടി ഉറങ്ങാത്തതുകൊണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് രാജേട്ടൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിച്ചു.